നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ആ ഫയലാ വേണ്ടത്. ക്ലയൻസിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് അല്ല. കഴിഞ്ഞ 2 വർഷമായി അവർക്ക് കൊടുത്തിട്ടുള്ള ലോണിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും സിസ്റ്റത്തിൽ ഇല്ല. അതെല്ലാം നിങ്ങളിങ്ങനെ മാനുവലായി മാത്രം ചെയ്തു വെച്ചിരിക്കുന്നു. ആരാ നിങ്ങൾക്ക് ഇതിനൊക്കെ അനുവാദം തന്നിട്ടുള്ളത്? പവിത്രൻ സാറാണോ? അല്ല മാഡം, വിശ്വനാഥ സാർ ഉള്ളപ്പോഴേ ചില കാര്യങ്ങളിൽ ഇങ്ങനെയാ. ചില ക്ലയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാറില്ല. അത് നമ്മുടെ കമ്പനിയിൽ അവരും നമ്മളും തമ്മിലുള്ള ഒരു എഗ്രിമെന്റാ. മിസ്റ്റർ കുര്യച്ചൻ, ഈ ഓഫീസിലെ ഫയലുകളുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള സ്റ്റാഫാണ് നിങ്ങൾ. ഇന്ന് വൈകുന്നതിന് മുൻപ് ആ ഫയൽ ഈ ടേബിളിൽ എത്തിയിരിക്കണം. പിന്നെ നിങ്ങൾ ഈ ഓഫീസിൽ വേണോ വേണ്ടയോന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും. മാഡം, ഞാൻ ഇനി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Then do it fast. ശരി മാഡം. ഹലോ അമ്മേ. അതെ, അത്യാവശ്യമായിട്ട് നിങ്ങളൊന്ന് വീട്ടിലേക്ക് വരണം. എന്തിനാ അമ്മേ? എനിക്കിവിടെ അത്യാവശ്യമായിട്ട് കുറച്ച് ജോലികളുണ്ടായിരുന്നു. അതൊക്കെ ഇന്നത്തേക്ക് അങ്ങ് മാറ്റി വെച്ചേക്ക്. ആ ഫയൽ എല്ലാം കൂടി എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. എന്തായാലും നിങ്ങൾ ഉടനെ ഇവിടെ എത്തിയേ തീരൂ. അല്ല, അത്രയ്ക്ക് അത്യാവശ്യമാണോ? അതെ, പെട്ടെന്ന് വാ. ശരി അമ്മേ. രഞ്ജിനി, നീ ഇവിടെ ഒന്ന് നിക്കാണോ? ആ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തു വെക്കേ. ഇത്രയ്ക്ക് വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരിതുവരെ വന്നില്ലല്ലോ. അവരിപ്പൊ ഇങ്ങെത്തും. വന്നു കയറുമ്പോഴേക്കും ചായ ഇട്ടോണ്ട് നിക്കാൻ പറ്റുമോ? നീ എന്തെങ്കിലും ആലോചിക്കുന്നേ? എനിക്ക് തോന്നുന്നതേ അവരിതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാന്നാ. ആ, അതിലെന്താ തെറ്റ്? പെൺകുട്ടിയുടെ കല്യാണം അച്ഛനമ്മമാര് പ്ലാൻ ചെയ്യുന്നത് ഒരു പുതിയ കാര്യമാണോ? മക്കളുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഏത് അച്ഛനമ്മമാരാ ഇന്നത്തെ കാലത്തുള്ളത്? പക്ഷേ എന്റെ സംശയം മറ്റൊന്നാ. ഈ പയ്യനെ കുറിച്ചും പയ്യന്റെ വീട്ടുകാരെ പറ്റിയും ഞാൻ അവരോട് 3 പേരോടും പലതവണ ചോദിച്ചതാ. 3 പേരും വ്യക്തമായ ഒരു ഉത്തരവും തന്നില്ല. ഈ ആലോചന എങ്ങനെ വന്നുവെന്നോ അവരുടെ ബന്ധുക്കളൊക്കെ ആരാണെന്നോ ഒന്നിനും ഒരു മറുപടിയും തന്നില്ല. പക്ഷേ മാറിയും തിരിഞ്ഞു നിന്നുള്ള ശ്രേയയുടെ ഫോൺ ചെയ്യല് കാണുമ്പോ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്ത് സംശയം? കല്യാണം കഴിക്കാൻ വരുന്ന ഈ പയ്യനും ശ്രേയയും തമ്മില് എന്തെങ്കിലും മുൻപരിചയമുണ്ടോന്ന് എനിക്കൊരു സംശയം. നീ എന്തായി പറയുന്നേ? ഇന്ന് രാവിലെ ശ്രേയ ഏതോ ഒരു പയ്യനോട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പെണ്ണ് കാണാൻ വരുന്നതിനെ പറ്റി തന്നെയായിരുന്നു അവളുടെ സംസാരം. ഒരുപാട് നാളത്തെ അടുപ്പമുള്ളവരെ പോലെ തന്നെയാ ശ്രേയ സംസാരിച്ചത്. അത് ഈ പയ്യനുമായിട്ടാണോ സംസാരിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണാലോചനയുടെ പിന്നില് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും. എന്ത് ലക്ഷ്യം? രഞ്ജിനി, നീ ആവശ്യമില്ലാത്തൊന്നും പറയാതെ ആ ചായക്കുള്ള വെള്ളം എടുത്തു വെക്കാൻ നോക്ക്. ചുമ്മാ മണ്ടത്തരങ്ങൾ പറയുന്നു. ആ ദേ, ഇനി ഇതിവിടെ ആരെങ്കിലും കേട്ടാലേ ഇനി അതിന്റെ പേരിലാവും കോലാഹലം. എന്നോട് പറഞ്ഞതുപോലെ ഇനി ആരോടും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ആ, ഈ കല്യാണ ആലോചനയ്ക്ക് പിന്നില് എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ദേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇവിടുത്തെ ചുവരുകൾക്ക് പോലും കാതുകളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അവരിപ്പോ ഇങ്ങ് എത്തും. സൂക്ഷിച്ചു വേണം നിന്റെ ഓരോ പെരുമാറ്റവും. അതൊക്കെ എനിക്കറിയാം. അമ്മ മീൻ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നീ
വെറും മീൻ കുഞ്ഞല്ലല്ലോ, മുതലക്കുഞ്ഞല്ലേ, അത് മറക്കരുത്. പവിയേട്ടന്റെയും എന്റെയും ജീവിതത്തിന്റെ രഹസ്യങ്ങളുടെ താക്കോല നീ. അത് ഓർമ്മ വേണം എപ്പോഴും. ഞാനിപ്പോ എന്ത് വേണോന്ന് അമ്മ പറയുന്നത്? പെണ്ണ് കാണൽ ചടങ്ങിന് നീ സതീശന്റെ മുൻപിൽ എത്തുമ്പോ ഒരു മുൻപരിചയവും കാണിക്കരുത്. നിങ്ങൾ തമ്മില് മുൻപരിചയം ഉണ്ടോന്നുള്ള ഒരു സൂചന പോലും ഇവിടെ ആർക്കും കൊടുക്കരുത്. അങ്ങനെ സംഭവിച്ച നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. അതൊന്നും ഓർത്ത് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഈ ശ്രേയ്ക്ക് നല്ലതുപോലെ അറിയാം. എല്ലാവരുടെ മുൻപില് അഭിനയിച്ച് തകർക്കും ഞാൻ. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. പവിയേട്ട, അവരെത്തിയോ? ഇല്ലെന്ന് വാ. അവര് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ആ, വല്ല ബ്ലോക്കിലും പെട്ട് കാണും. അവരെത്തി. ഹലോ, വരൂ. വരൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. മോനെ സതീഷ്. ഗിരിജേ, മോളെവിടെ? അവളകത്തുണ്ട്, ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഇതോ ഇവന്റെ അമ്മാവൻ. ഓ, അത് ശരി. നമസ്കാരം. 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 ഇത് എന്റെ അളിയന്റെ അനിയൻ. നമസ്കാരം. ഇതെന്റെ ഭാര്യ രഞ്ജിനി. അളിയ, ഇത് പയ്യന്റെ അച്ഛൻ, ഇത് പയ്യൻ. ഹലോ, ഇത് അവന്റെ അമ്മാവൻ. അതിരിക്കട്ടെ, ഈ വീടെല്ലാം കൂടി എത്ര സ്ക്വയർ ഫീറ്റ് വരും? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കുടുംബത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവർക്കും കൂടി ഇത്രയും വലിയൊരു വീട് തന്നെ വേണം. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. എന്നാ വാ, അകത്തോട്ടിരിക്കാം. വരൂ. വാ. ഇയാളോ ഇരിക്കൂ. അങ്ങോട്ടിരിക്കാം. ഇരുന്നാട്ടെ. നിങ്ങളിവിടെ ഇരിക്കേ, കുഴപ്പമില്ല മോനെ, അങ്ങോട്ട് നീങ്ങിയിരിക്കടാ.